കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഹാജിമാരെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ. മട്ടന്നൂർ വായന്തോട് ഹജ്ജ് സേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഹാജിമാർക്ക് വിശ്രമ കേന്ദ്രം, സ്നാക്ക് ആൻഡ് ടീ കോർണർ, മുഴുവൻ സമയം വോളണ്ടിയർ സേവനം എന്നിവയാണ് ജനസേവന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഹാജിമാരെ ജനസേവന കേന്ദ്ര കവാടത്തിൽ പ്രയർ ഗിഫ്റ്റും മധുരവും നൽകി വരവേൽക്കും. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF ഇരിട്ടി സോണിന്റെ നേതൃത്വത്തിൽ വായന്തോട് ആരംഭിച്ച ഹജ്ജ് സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ AKG ഹോസ്പിറ്റൽ പ്രസിഡന്റ് P പുരുഷോത്തമൻ നിർവഹിച്ചു. ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു സേവന കേന്ദ്രത്തിന്റെ തുടക്കമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹജ്ജ് കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. ആ കർമ്മത്തിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളും സഹായങ്ങളും വേണോ അത് വിവിധ രീതികളിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അഷ്റഫ് സഫാക്കി അധ്യക്ഷത വഹിച്ചു. നിസാർ അതിരകം ആമുഖ പ്രഭാഷണവും ഹനീഫ് പാനൂർ പ്രഭാഷണവും നടത്തി. മായമ്പള്ളി അബൂട്ടി ഹാജി, ഷാഫി ഹാജി, അബ്ദുൽ സലാം സഫാക്കി, മുഹമ്മദ് അലി മുസ്ലിയാർ, മുഹമ്മദ് മിസ്ബാഹി, MC കുഞ്ഞമ്മദ്, EP ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ജൂൺ 1 മുതലാണ് സർവീസ് ആരംഭിക്കുക. ജൂൺ 1 പുലർച്ചെ 5:55 ജിദ്ദയിലേക്കുള്ള ആദ്യ വിമാനം പുറപ്പെടുക. 361 പേർക്ക് യാത്ര ചെയ്യാവുന്ന സൗദി എയർലൈൻസ് ആണ് കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത്. ജൂൺ 10 വരെ ഹാജിമാരെ വഹിച്ച് കണ്ണൂരിൽ നിന്ന് 9 വിമാനങ്ങൾ പറന്നുയരും. 3261 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. സമഗ്ര ന്യൂസ്, മട്ടന്നൂർ.